എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർക്കറ്റ് ഓപ്പണിങ്ങിൽ ഇച്ചിരി ഹൈ പോയി, അതിനുശേഷം ഡൗണിൽ വന്നു. പക്ഷെങ്കിൽ ഇവിടെ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തറിയാം, ഡൗണിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 25,750 റേഞ്ചിൽ ഒരു സപ്പോർട്ട് നിഫ്റ്റി എടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു സപ്പോർട്ട് വെച്ച് ചിലപ്പോൾ കുറച്ചൊന്ന് കയറിയിട്ടായിരിക്കാം ചിലപ്പോൾ അടുത്തൊരു ഇത് വരുന്നത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും സെയിം അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും 52,800-850 ലെവലിൽ അത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഇനി കുറച്ച് തിരിച്ചൊരു കയറുന്ന പോലെ ഒന്ന് കാണിക്കാൻ ചാൻസ്, കുറച്ച് കയറാൻ ചാൻസ്. കയറാന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ അടിക്കുന്നില്ല, ഒട്ടേ ഹൈ വീണ്ടും അടിക്കുന്നില്ല. ഒരു 2-3 ദിവസം ഇച്ചിരി പ്ലസ്സിൽ നിന്നിട്ട് തിരിച്ച് വീണ്ടും കുറച്ച് താഴേക്ക് പോകാനാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ചാൻസ് കൂടുതൽ. പിന്നെ നമ്മൾ നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക. ഹൈ റേഞ്ചിലുള്ള ഷെയർസിലൊന്നും ബൈ ചെയ്യാതിരിക്കുക. കറക്ഷൻ ഓൾറെഡി വന്നിട്ടുള്ള ഷെയർസിനകത്തൊക്കെ നമുക്ക് നല്ല ചാൻസ് കിട്ടും. അപ്പോൾ അത് നോക്കി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഏകദേശം 15 ഷെയറോളം എടുത്തിട്ടുണ്ടായിരുന്നു. ആ 15 ഷെയറിൽ നമുക്കൊരു 6-7 ഷെയർ നല്ല ചാൻസാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്നത് എന്താണ്, ഷോർട്ട് സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. CPRൻ്റെ ലെവലുകൾ വെച്ചിട്ട് നമ്മൾ ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. ഷോർട്ട് സെല്ല് ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പുതുതായിട്ട് കാണുന്നവരൊക്കെ അത് ഫസ്റ്റ് അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഷോർട്ട് സെല്ല് ചെയ്യാവൂ. കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ചെറിയ ട്രേഡ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു കോൺഫിഡൻസ് കിട്ടുമ്പോൾ മാത്രം നല്ല രീതിയിൽ നമ്മൾ ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഷെയറുകൾ നല്ല ചാൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിലൊരു 4-5 ഷെയർ നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ ഒരു ഷെയർ വന്നിട്ട് സീക്വന്റ് എന്ന് പറയുന്ന ഷെയറാണ്. സീക്വന്റിന്റെ ചാർട്ട് കണ്ടാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. R1 പോയില്ല. R1 പോകാതെ പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ 237 ഒരു എൻട്രി എടുത്താൽ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഒരു 7 രൂപ. പിന്നെ അത് കണ്ടിന്യൂസ് ഇറങ്ങി 223, ഏകദേശം 14 രൂപ പ്രോഫിറ്റ് ഷെയർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് വൺ സൈഡ് ഇറക്കമാണ് ഇറങ്ങുന്നത്. അപ്പോൾ അതുപോലെ വേറെ ഷെയർ മാനലൂമിനി എന്ന് പറയുന്ന ഷെയർ, മാനലൂമിനിയത്തിനകത്ത് പല പ്രാവശ്യം നല്ല ചാൻസുകൾ കൊടുത്തു. ഇവിടെ ഓപ്പൺ ഹൈ ഇവിടെ കണ്ടാൽ അറിയാം, ഓപ്പൺ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ കട്ട് ചെയ്ത് നമ്മൾ എൻട്രി എടുത്താൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് പോകും. അതായത് നമ്മൾ 179 റേഞ്ചിൽ എടുത്താൽ നമുക്ക് 183 സ്റ്റോപ്പ് ലോസ് പോകും. പക്ഷേങ്കിൽ ഇവിടെ വീണ്ടും നമുക്ക് എന്താ ചെയ്യുന്നുണ്ട്, ഇവിടെ 187 ഒരു ചാൻസ് ഉണ്ട്. 187 നമുക്ക് 181, 6 രൂപ പ്രോഫിറ്റ് ഇവിടെ തരുന്നുണ്ട്. ഇവിടുത്തെ ആ ചെറിയ ലോസ് ഇവിടെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. പിന്നെ അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിക്കും. ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണ്, അടുത്ത ലെവലിലോട്ട് പോകുന്നോ നോക്കും, പോയിട്ടില്ല. അപ്പോൾ വീണ്ടും തിരിച്ച് ഇവിടെ എൻട്രി താഴോട്ട് വരുവാണെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ എൻട്രി എടുക്കും. ഇവിടെ 87, 50 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ 81, 80, ലാസ്റ്റിലോട്ട് വന്നപ്പോൾ 77, ഏകദേശം 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പക്ഷേ ഇത് മൂവ്മെൻറ്റ് കുറവാണ്, ലാസ്റ്റിലോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് റീസണബിൾ പ്രോഫിറ്റ് തരുന്നുണ്ട്. പിന്നെ നമുക്ക് പിന്നെയും പോയി ലെവലിനടുത്ത് പോയി നിൽക്കും, 82, 83 നിൽക്കും. പക്ഷേ ലാസ്റ്റിലോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഈ ഇടയ്ക്കുള്ള മൂവ്മെൻ്റ് ആണോ നമ്മൾ പേടിക്കരുത്. നമ്മൾ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറുക, അത്രയേ ഉള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അത് ചെയ്ത് പേടിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചാൻസ് കിട്ടുക ഷെയർസിനകത്ത്. ഇനി അതുപോലെ വേറെ ഷെയർ റെലീഗെയർ എന്ന് പറയുന്ന ഷെയർ. റെലീഗെയറിനകത്ത് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ ഫസ്റ്റ് ക്യാൻഡിൽ, ഈ ഗ്രീൻ ക്യാൻഡിൽ, അത് CPR ഹൈ ചെയ്യുമ്പോൾ കാണാം, അത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. ഇതുണ്ടല്ലേ, ഈ ഹൈ ആണ് അടിച്ചിരിക്കുന്നത്. നമുക്കൊരു ലൈൻ വരച്ച് കാണിച്ചു തരാം. ഇതാണ് ഹൈ. അപ്പോൾ ഈ CPR ഇത് ചെയ്യുമ്പോൾ ഉണ്ടോ, CPRൻ്റെ മുകളിൽ പോയിട്ട് ഇടാൻ ശേഷം ഇറങ്ങി നമുക്കിവിടെ ഒരു 297 ലെവലിലൊക്കെ നമുക്കൊരു എൻട്രി കിട്ടിയെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അത്
288 9 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ കൊടുക്കുന്നുണ്ട്. നല്ല ചാൻസാണ് അതും കൊടുത്തിട്ടുള്ളത്. പിന്നീട് JM ഫൈനാൻഷ്യലിനകത്ത് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ JM ഫൈനാൻഷ്യലിനകത്ത് ചാൻസ് വന്നെങ്കിലും അത് തിരിച്ച് ലാസ്റ്റ് ടൈമിൽ കയറി. ഇവിടെ നോക്കിയേ, ഓപ്പണിങ്ങിൽ ഫ്ലാറ്റായിട്ട് ഓപ്പണിംഗ് ആയി, അതിനുശേഷം പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, R2 പോയില്ല. R2 പോകാതെ തിരിച്ച് R1ന് താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ 155-80 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് 152-81, ലാസ്റ്റ് 151, 3-4 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ലാസ്റ്റിൽ ഒരു കവറിങ് വന്നു. പക്ഷേ ഇത് അടുത്ത ദിവസം, അതായത് വ്യാഴാഴ്ച ഈ ഷെയർ എനിക്ക് തോന്നുന്നു ഈ ഹൈ അടിച്ചിട്ട് നല്ല രീതിയിൽ ഇറങ്ങാനൊരു ചാൻസ് ഈ ഷെയറിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഈ ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എടുത്തിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, നോക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഷെയറിനകത്ത് നമ്മൾ ട്രേഡ് എടുക്കുന്നത്, ഷോർട്ട് സെല്ല് ചെയ്യുന്ന CPRൻ്റെ പ്രീവിയസ് ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവലുകളിൽ ഏത് ലെവലിൽ വന്നിട്ടാണോ ഫസ്റ്റ് റിവേഴ്സ് ആവുന്ന ആ ലെവലിൽ നമ്മൾ എൻട്രി എടുക്കും. അതിനുശേഷം നമുക്ക് തിരിച്ച് വീണ്ടും അത് പോയി ഹൈ അടിച്ചാൽ പിന്നെ അതിൻ്റെ അനുസരിച്ച് അടുത്ത ലെവലിൽ നിന്ന് എടുക്കുക. അതല്ല തിരിച്ച് വീണ്ടും പഴയ ലെവലിലോട്ട് താഴെ പോവുകയാണെങ്കിൽ നമ്മൾ ആ പഴയ ലെവലിൻ്റെ അവിടെ വെച്ച് വീണ്ടും എൻട്രി എടുക്കും. ആ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് കണ്ട് പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നല്ല ചാൻസ് കിട്ടുമ്പോൾ എൻട്രി എടുക്കുക, കറക്റ്റ് എൻട്രി. ഇപ്പോൾ അതായത് ഇപ്പോൾ ഇവിടെ ഈ ഷെയർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച് എൻട്രി എടുക്കണം. അല്ലാതെ ഇങ്ങനെ താഴെ ഇവിടെ ഈ റേഞ്ചിലൊക്കെ പോയി എൻട്രി എടുക്കരുത്, വീക്കാന്ന് പറഞ്ഞെടുക്കുക. ഇവിടുന്ന് പക്ഷേ താഴെ പോകും, ഇവിടോട്ട് പോകുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് പിന്നെ ഇത് വീണ്ടും ഒരു ആവറേജിനോ മുകളിലോട്ടോ ഒക്കെ ട്രേഡ് ആകും. അപ്പോൾ നമ്മൾ പേടിച്ചു പോകും. അപ്പോൾ നോർമൽ അങ്ങനെ ചെയ്ത് ലെവലുകൾ കട്ട് ചെയ്യുന്ന റേഞ്ച് ഏകദേശം ആ റേഞ്ചിൽ നിന്ന് എൻട്രി എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുപോലെയാണ് മറ്റു ഷെയറുകളും. അപ്പോൾ നമുക്കിനി നാളത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഷെയറുകൾ നോക്കാം. നാളത്തെ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ചത്തെ നമ്മൾ 14 ഷെയർ എടുത്തിട്ടുണ്ട്. 14 ഷെയർ 14 ഷെയറിനകത്ത് നമുക്ക് ഈ JM ഫൈനാൻഷ്യൽ എന്ന് പറയുന്ന ഷെയർ, ഇതിൻ്റെ 57.65 ഹൈ ആണ്. എന്നില്ല R1 57.99. ഇത് ചിലപ്പോൾ 59 ഒക്കെ പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്താൽ, ഈ രണ്ട് ലെവലും കട്ട് ചെയ്താൽ നല്ല രീതിയിൽ ഇറങ്ങാം. അതല്ല R2 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ R2ൻ്റെ താഴെ വെച്ച് എൻട്രി എടുക്കാം. 162 താഴെ വരുമ്പോൾ എൻട്രി എടുക്കാം. നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അതിനുശേഷം ഈ ലെവലിലൂടെ കട്ട് ചെയ്ത് താഴോട്ട് നിന്നാൽ ചിലപ്പോൾ ഒറ്റയടിക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഡെയിലി എപ്പോഴെങ്കിലും അത് 150 റേഞ്ചിലോട്ട് വരാനൊരു ചാൻസ് കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് നോക്കുക. അതുപോലെ നാഷണൽ അലൂമിനിയം R1-ഉം പ്രീവിയസ് ഡേ ഹൈയും പിന്നെ ഒരു 3 രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ രണ്ട് ലെവലിൽ ഈ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. R1 അത് കഴിഞ്ഞ് R2 കിട്ടിയാൽ നല്ല ചാൻസ് ആയിരിക്കും. അതുപോലെ സരിഗമ 674 ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെന്റ് വന്ന് R1 കട്ട് ചെയ്ത് മുകളിൽ പോയതിനു ശേഷം തിരിച്ചിറങ്ങിയാൽ നല്ലൊരു ചാൻസ് ഇതിനകത്ത് കിട്ടാൻ സാധ്യത കൂടുതലാണ് സരിഗമ. അതുപോലെ BASF എന്ന് പറയുന്ന ഷെയറിനകത്ത് ആവറേജ് ശ്രദ്ധിക്കുക. ഈ ആവറേജ്, അതായത് 7978 അല്ലെങ്കിൽ ഇതിനകത്ത് വന്നിട്ട് ഇതടിക്കുമെന്ന് ഡൗട്ടാണ്. എന്നാലും പറയാൻ പറ്റത്തില്ല, ഹെവി വലിയ ഷെയറാണ് പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു 8000 മുകളിൽ പോയതിന് ശേഷം ഈ ലെവൽ കട്ട് ചെയ്തായിട്ടിറങ്ങിയാൽ നമുക്ക് സെല്ലിങ് ചാൻസ് എടുക്കാം. അതിനകത്ത് ക്യാപ്ലിൻ പോയിന്റിനകത്ത് 2078, അതായത് ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്കൊരു ചാൻസ് എടുക്കാം. അതല്ല നല്ലൊരു മൂവ്മെന്റ് കിട്ടി R1 പോയിട്ട് വരുവാണെങ്കിൽ ഏറ്റവും നല്ല ചാൻസ് ആയിരിക്കും. ബാങ്കോ ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ ഒന്നുകിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം, പക്ഷെ വെച്ചോണ്ടിരിക്കരുത് അധികം. ഈ R1 R2 റേഞ്ച് എങ്ങാനും പോയി കിട്ടുവാണെങ്കിൽ, ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെന്റ് കിട്ടി R2 റേഞ്ച് പോയതിന് ശേഷം ഇറങ്ങുന്ന കണ്ടാൽ നല്ലൊരു ഇറക്കം ഇറങ്ങും ഈ ഷെയർ. അപ്പോൾ ഈ R2 റേഞ്ച് ഇതിൻ്റെ ശ്രദ്ധിക്കുക. ബാങ്കോ ഇന്ത്യ ഗ്ലൈക്കോളിനകത്ത് എന്തോ ന്യൂസ് ഉണ്ടായിരുന്നു. ആ ന്യൂസ് ബേസ്ഡ് മൂവ്മെന്റ് ആണ് ആ ഷെയറിനകത്ത്. എന്നാലും 1400 മുകളിൽ പോയിട്ട് ഇറങ്ങിയ ഒരു പ്രാവശ്യം 10, 20, 25 രൂപയൊക്കെ താഴോട്ട് ഇറങ്ങാം. ഫിൻടെക് ഇതും നല്ലൊരു മൂവ്മെന്റ് ഓപ്പണിങ്ങിൽ തന്നാൽ ഈ R1 മുകളിൽ പോയി, അതായത് 1200
മുകളിൽ പോയി ഈ ലെവൽ കട്ട് ചെയ്ത് 1200 പോകണമെന്നില്ല, 1200 അടുത്തോ ഇറങ്ങി റേഞ്ച് പോയതിന് ശേഷം ഈ ലെവലിൽ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങിയാൽ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ SH എന്ന് പറഞ്ഞ ഈ ഷെയർ ഈ R1 ചാൻസ് കിട്ടിയാൽ നല്ലതായിരുന്നു. അതല്ല ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് ഉണ്ട്. അതല്ല അതും അല്ലെങ്കിൽ നമുക്ക് ഒരു 97, 98 പോയിട്ട് ഈ 96, 72 കട്ട് ചെയ്ത് താഴോട്ടിറങ്ങിയാൽ നമുക്ക് ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം 2-3 രൂപയ്ക്ക് വേണ്ടി. BCW ഈ ലെവലിൽ നിന്നോ ചിലപ്പോൾ 118-19 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്താൽ ചാൻസ് എടുക്കാം. RJ അല്ല, ഇത് എനിക്ക് തോന്നുന്നു ASM ലിസ്റ്റിലുള്ള ഷെയറാണ്. എന്നാലും R2 റേഞ്ചിൽ നിന്നൊരു ചാൻസ് കിട്ടിയാൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ജയശ്രീ ടീക്കകത്ത് ഈ 170 പോയതിനു ശേഷം ഈ ലെവൽ കട്ട് ചെയ്താൽ R1 കട്ട് ചെയ്താൽ നല്ലൊരു ചാൻസിന് പ്രതീക്ഷയുണ്ട്. ഹൈ അടിച്ചിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഒരു 2-3 3-4 രൂപ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. ഈ LFIC എന്ന് പറയുന്ന ഷെയർ ഹെവി മൂവ്മെൻ്റ് 2-3 ദിവസമായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വ്യാഴാഴ്ച ഇത് ASM ലിസ്റ്റിലായിരിക്കും ഷെയർ. ASM ലിസ്റ്റിലാണെങ്കിൽ ചിലപ്പോൾ ലോയിൽ ഓപ്പണായി ലോയിലോട്ട് തന്നെ പോകും, താഴോട്ട് തന്നെ പോകും. അതല്ല എങ്കിൽ നമുക്ക് ഈ ലെവൽ കിട്ടിയാൽ നല്ലൊരു ചാൻസ്. ഈ 402 ഈ രണ്ടാം ലെവലിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഹെർക്കുലീസ് അപ്പർ സർക്യൂട്ടാണ്. അപ്പോൾ ഈ R1, R2 റേഞ്ചൊക്കെ ഈസി ആയിട്ട് പോകാം. ഹെവി മൂവ്മെൻറ്റ് കിട്ടുവാണെങ്കിൽ അപ്പോൾ ഈ ഏതെങ്കിലും ലെവലിൽ നിന്ന് വന്നിട്ട് ഇറങ്ങുമ്പോൾ ചാൻസ് എടുക്കുക. നല്ല ചാൻസ് ഒരു 5-6 ഷെയറിനകത്തെങ്കിലും നല്ല ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കറക്റ്റ് ടൈം നോക്കി എൻട്രി എടുക്കുക. നമ്മൾ അധികം വെപ്രാളപ്പെടാതെ ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി ചെയ്താൽ ഒരു ദിവസം എന്തായാലും നമുക്കൊരു നല്ല ചാൻസ്, ഒരു 10 ചാൻസ് എങ്കിലും ഈസി ആയിട്ട് കിട്ടും. ഒരു ഷെയറിൽ തന്നെ 2-3 ചാൻസ് കിട്ടും. നോക്കി ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ ഇൻട്രാഡേയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ വ്യാഴാഴ്ച എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.